ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഒരു കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, മുമ്പ് ഞങ്ങൾ ഒരു മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ രീതിക്ക്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി അത് തീർന്ന ശേഷം അടുത്ത മാങ്ങാച്ചാർ വെക്കുന്നത് വെറൈറ്റി രീതിക്ക് ഓരോ ദിവസം നമ്മൾ ഓരോരോ രീതിയിൽ പരീക്ഷിച്ച് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടി ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മൾ കഴിച്ചിട്ടുണ്ട്, ചെയ്ത ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതെ, ബിരിയാണിയുടെ കൂടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അത് മാങ്ങ റെസിപ്പി അച്ചാർ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി അതെ, അപ്പൊ മാങ്ങ അച്ചാറാണ്. അപ്പൊ ഇതാ നമ്മുടെ മാങ്ങ നമ്മൾ കഴുകി നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും നനവടിക്കരുത് കേട്ടോ, എങ്കിൽ നമ്മുടെ അച്ചാർ വേഗം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ഇതാ നമ്മുടെ മാങ്ങ നമ്മളിങ്ങനെ നീളത്തിന് എത്ര കനം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതാ നീളത്തിന് ഇങ്ങനെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വെക്കാം ഇന്ന്. അപ്പം മുഴുവനും നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ട് കൂട്ടുകാർക്കായിട്ട് കാണിക്കാമേ. അങ്ങനെ കൂട്ടുകാരെ, ഇതാ നമ്മുടെ മാങ്ങ എല്ലാം നമുക്ക് അച്ചാറിന് വേണ്ട രീതിക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ചെയ്ത് തുടങ്ങാം. നമ്മള് തീ എത്തിച്ചിട്ട് ഇത് വച്ചിട്ടുണ്ട് കേട്ടോ, ചട്ടി ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പവിത്രത്തിന്റെ നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ നല്ലെണ്ണതാ ഞാൻ തുറന്ന് ഇതൊക്കെ പാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഒന്നും ഇത് ഇങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഇതിലിതാ ഇങ്ങനെ ഉണ്ടതാ, കണ്ടല്ലോ. നല്ലതാ, അടിപൊളി നല്ലതാ കേട്ടോ. ഇനിതാ നമ്മൾ കുറച്ച് നല്ലെണ്ണ അതിൽ പിടിച്ചു കൊടുക്കുക. നമുക്ക് വളരെ കുറച്ച് നല്ലെണ്ണ മാത്രം മതി, കുറച്ച് നല്ലെണ്ണ മതി. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി തീർന്ന ശേഷം നമ്മളിതാ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ മാങ്ങയും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയിലേക്ക്. നമുക്ക് ആ നല്ലെണ്ണ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. അപ്പം നമ്മളിവിടെ ഒരു സ്പൂണും ഒരിത്തിരി കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ലേശം ഉലുവാപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ഇടണം, പിന്നെ കായം ഇടണം. അപ്പം നമുക്ക് ഇതിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. നമ്മൾ സാധനം എടുക്കുന്നതിൻ്റെ ഒരു സ്ലോ ഉണ്ട് കേട്ടോ. അതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കായം കൂടി ചേർത്ത് കൊടുക്കാം. പൊടിക്കായം ഇടുന്നവർക്ക് അങ്ങനെ ഇടാം, കട്ടക്കായം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഇടാം. ഏതാണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മളിവിടെ കട്ടക്കായമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കട്ടക്കായമൊക്കെ എടുക്കട്ടെ, എടുത്തിട്ടുണ്ട് കേട്ടോ. കായവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ മാങ്ങയിലോട്ട് ചേരുന്ന തരത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ, അപ്പം നമ്മുടെ മാവച്ചി എന്തായി? അങ്ങനെ നമ്മുടെ അച്ചാർ ഏകദേശം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലോട്ടൊക്കെ അരപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ ലെവലാണല്ലേ? അതെ, ഇത് ഒരു ദിവസം കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മൾ ഇത് ഒരു ദിവസം ഇരുന്നാലേ കറക്റ്റ് അതിന്റെ ആ ഒരു നമ്മൾ ചേർത്ത കായൊക്കെ അല്ലേ അതൊക്കെ പിടിച്ച് ഉപ്പും എല്ലാം നല്ല സെറ്റ് ആയിട്ട് വരണമെങ്കിൽ അത് ഒരു ദിവസം. ഇതിപ്പോ നമ്മളന്ന് ബിരിയാണിക്ക് നമ്മൾ കഴിച്ചത് ഇതിനെക്കാളും മുളക് ഒരുപാട് കൂടുതൽ മുളക് പൊടി ഒരുപാട് കൂടിപ്പോയി. ഇതിപ്പോ നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാനാണ് നമ്മൾ എരി വളരെ കുറച്ചാണ്. വളരെ കുറവൊന്നും അല്ലെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. എരി കുറവല്ല കേട്ടോ. അതാ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടാ. തീർന്നു. തീ നമ്മൾ ഓഫ് ചെയ്തു. അച്ചാർ റെഡി. ബാവച്ചി ഒരു പീസിന് ഇതാ എടുത്തരാം. ചൂട് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എവിടെ ഞാനൊന്നും അരപ്പും കൂടി
ഈ അച്ചാർ നമുക്ക് നാളെ ബോട്ടിലാക്കണം കേട്ടോ. ഇത് ആ സമയത്തും കൊണ്ട് നല്ലതുപോലെ രാത്രിയൊക്കെ ഇരുന്ന് അരപ്പൊക്കെ പിടിച്ചതൊന്ന് സെറ്റ് ആവട്ടെ. നമുക്ക് അടച്ചു വെക്കണം, അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ അല്ലേ കേട്ടോ. അപ്പോഴും നമ്മുടെ അച്ചാർ ബോട്ടിലാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മണിയിലും കൂടെ ഒന്ന് കുത്തിയാൽ നമ്മൾ പുതിയ വീഡിയോസ്, നമ്മൾ ഇടുന്ന പുത്തൻ വീഡിയോസ് കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്.